പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഫരിസേയരുടെ പ്രതിനിധികളും സ്നാപക യോഹന്നാനും തമ്മിൽ നടന്ന ഒരു സംഭാഷണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവുമായി ഇതിനുള്ള ബന്ധം. യേശുവിന്റെ കാലത്തെ പലസ്തീനായിൽ ജീവിച്ചിരുന്ന മനുഷ്യര് എന്തു പ്രതീക്ഷകളാണ് അവർ കാത്തു സൂക്ഷിച്ചിരുന്നത്? വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചൊരു പ്രതീക്ഷ സജീവമായി കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് അവർ. എപ്രകാരമുള്ള ഒരു രക്ഷകനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്, കാത്തിരുന്നത്? അവർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും യേശുവും തമ്മിൽ ഉള്ള ബന്ധവും സാമ്യവും എങ്ങനെ? ഈ വിഷയം വ്യക്തമായി പഠിച്ചെങ്കിലേ എന്തുകൊണ്ടാണ് യേശുവിനെ അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോയത്, എന്തുകൊണ്ടാണ് യേശുവും യഹൂദ നേതാക്കന്മാരും തമ്മിൽ വലിയ ഒരു സംഘട്ടനത്തിന് കാരണമായി തീർന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മൾ പലസ്തീനായെക്കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടു കഴിഞ്ഞു. ഒരു വിദേശ ആധിപത്യത്തിന് കീഴിൽ ഞെരുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനം. അത് ഹെറോദേസ് രാജാവ് ഭരിച്ചാലും ഹെറോദേസ് അന്തിപ്പാസ് ഭരിച്ചാലും യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് റോമക്കാരായിരുന്നു. ഇപ്പോഴും വിദേശ മേൽക്കോയ്മയുടെ മുഖം ഭാരം പേറുന്ന ഒരു സമൂഹം അവരെപ്പോഴും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രീയ തലത്തിലുള്ള, സാമ്പത്തിക തലത്തിലുള്ള, സാമൂഹിക തലത്തിലുള്ള രക്ഷയാണ്. റോമൻ ആധിപത്യത്തിൽ നിന്ന് രക്ഷ നേടുക, സ്വതന്ത്രമായി മനുഷ്യരെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുക, ദൈവത്തിന്റെ ജനമെന്ന ആ ഒരു വലിയ അഭിമാനത്തോടെ മറ്റാരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുക, ഇതായിരുന്നു ഒരു പ്രതീക്ഷ. അതോടൊപ്പം അവർ കരുതി, അവർ പ്രതീക്ഷിച്ചു ഒരു രക്ഷകൻ വരും. ആ രക്ഷകൻ ഇസ്രായേലിനെ വിദേശത്തിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല, ഇസ്രായേലിനെ തന്നെ ഒരു വലിയ സാമ്രാജ്യമായി, ലോകത്തെ മുഴുവനും ഭരിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ സാമ്രാജ്യമായി വളർത്തും എന്നും കുറെ പേരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു. ലോക ജനതകൾ മുഴുവനും ജെറൂസലമിലേക്ക് ഒഴുകുമെന്നും ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും ജെറൂസലേക്ക് കൊണ്ടുവരുമെന്നും ജെറൂസലമിൽ നിന്ന് ദൈവത്തിന്റെ പ്രമാണവും ദൈവത്തിന്റെ നിയമവും സമാധാനവും പുറപ്പെടുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷകൾ, പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷകളെ എല്ലാം കൂടി ഒറ്റ വാക്കിൽ പറയാം: മിശിഹ വരും എന്ന പ്രതീക്ഷ. മെസയാനിക് ഹോപ്പ് എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുക. മിശിഹായെ സംബന്ധിച്ച പ്രതീക്ഷകൾ. എപ്രകാരമുള്ള ഒരു മിശിഹായെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്? ആരാണ് ഈ മിശിഹ? ഈ മിശിഹായെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളുടെ അടിസ്ഥാനം എന്താണ്? ഈ മിശിഹ വരുമ്പോൾ എന്താണ് ചെയ്യും എന്നവർ കരുതിയിരുന്നത്? ഇതാണ് നമ്മൾ ഇപ്പോഴാദ്യമേ കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ പ്രതീക്ഷകൾ എപ്രകാരം യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കും. മിശിഹായെ സംബന്ധിച്ച പ്രതീക്ഷകൾ മുഖ്യമായും 3 രീതിയിലാണ് പ്രൊസീഡ് ചെയ്തത്, മുന്നോട്ട് പോയത്. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. മിഷാഹ് എന്ന് പറഞ്ഞാൽ അഭിഷേകിക്കുക എന്നാണ് ഹീബ്രു വാക്കിന്റെ അർത്ഥം. മിഷീഹ, അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. 3 തരത്തിലുള്ള അഭിഷേകങ്ങളെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജകീയ അഭിഷേകമാണ്. 2-ാമത്തേത് പുരോഹിതാഭിഷേകം, 3-ാമത്തേത് പ്രവാചക അഭിഷേകം. ഏറ്റവും ആദ്യമേ നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ അഭിഷേകമാണ്. പ്രധാനമായിട്ട് ഇസ്രായേലിൽ ആദ്യമായി ഒരാൾ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് സാമുവേലിന്റെ കൈകളിലൂടെയാണ്. ദൈവം ആവശ്യപ്പെട്ടതുപോലെ സാവൂളിന്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ടാണ് സാവൂളിനെ സാമുവേൽ രാജാവായി അഭിഷേകം ചെയ്തത്. അതിനുശേഷം വന്ന ദാവീദിനെയും സാമുവേൽ തന്നെയാണ് അഭിഷേകം ചെയ്തത്, അഭിഷിക്തനായ രാജാവ്. അപ്പോൾ അഭിഷിക്തൻ, കർത്താവിന്റെ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ ഇസ്രായേൽക്കാരുടെ, കേൾവിക്കാരുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്നത് ഇപ്രകാരമുള്ള ഒരു അഭിഷിക്തനായ രാജാവിനെ കുറിച്ചാണ്. അതോടൊപ്പം അഭിഷിക്തനായ പുരോഹിതനെക്കുറിച്ചും പരാമർശമുണ്ട്. ബൈബിളിൽ പുരോഹിതന്മാരുടെ അഭിഷേകത്തെക്കുറിച്ച് വളരെ ദീർഘമായ പ്രതിപാദനങ്ങളുണ്ട്, പ്രത്യേകിച്ചും ലേവ്യരുടെ പുസ്തകത്തിൽ. അപ്പോഴേ അഭിഷിക്തനായ രാജാവ്, അഭിഷിക്തനായ പുരോഹിതൻ. പ്രവാചകന്മാരുടെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് തൈലം തലയിൽ ഒഴിച്ചുകൊണ്ടല്ല, ആത്മാവിൽ നൽകിക്കൊണ്ടുള്ള അഭിഷേകമാണ്. ആകട്ടെ, ഇപ്രകാരമുള്ള അഭിഷിക്തരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അല്പം ഒന്ന് ക്രമത്തിൽ പോകാനായിട്ട് നോക്കുക. ആദ്യത്തേത് വരാനിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. മിശിഹ എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു രാജാവ് എന്ന ചിന്തയാണ് ഏറ്റവും മുഖ്യമായും കേൾവിക്കാരുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ പ്രവചനങ്ങൾക്കെല്ലാം ഈ പ്രതീക്ഷകൾക്കെല്ലാം അടിസ്ഥാനമായി പ്രവചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിന് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹിച്ച ദാവീദ് തൻ്റെ ഉപദേഷ്ടാവായ നാഥാൻ പ്രവാചകനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാഥാൻ പ്രവാചകൻ സമ്മതിച്ചു, നീ ഒരു ദേവാലയം പണിതോളൂ, കർത്താവ് നിന്നോടുകൂടിയുണ്ട്. പക്ഷേ അന്ന് രാത്രി ദൈവം നാഥാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എൻ്റെ ദാസനായ ദാവീദിനോട് ഇപ്രകാരം പറയണം. 8 മുതലുള്ള വാക്യങ്ങളാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെപ്പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുമ്പുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഇതാണ് ദീർഘമായ പ്രവചനം. ദാവീദ് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ ശ്രമിക്കുന്നു. ആ ദാവീദിനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയും. ആലയം എന്നത് ഭവനം എന്നായി, ഭവനം എന്നത് കുടുംബം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ദാവീദിന് ദൈവം ഒരു കുടുംബം പണിയും. ആ ദാവീദിന്റെ തന്നെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സന്തതിയെ രാജാവായി നൽകും. ആ രാജാവിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദാവീദിന്റെ കുടുംബവും രാജവംശമായി തുടരും. ആ രാജവംശത്തിൽ എന്നേക്കും ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഇതാണ് പ്രവചനത്തിന്റെ ചുരുക്കം. ഈ പ്രവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽക്കാർ തങ്ങളുടെ മിശിഹായെ സംബന്ധിച്ച സങ്കല്പങ്ങൾക്കെല്ലാം രൂപം കൊടുത്തത്. പ്രവാചകന്മാരിലൂടെ യെശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 10 മുതൽ 14 വരെ, അല്ലെങ്കിൽ 9-ാം അധ്യായം 1 മുതൽ 7 വരെ, 11-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ജെറമിയ 23:1-8, ആമോസ് 9:11, മിക്ക 5:1-5, സഖറിയ 9:8-11, ഇങ്ങനെ അനേകം പ്രവചനങ്ങളിലൂടെ ഈ വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ചുള്ള വാഗ്ദാനം ആവർത്തിക്കുകയുണ്ടായി. എന്താണ് ഈ രാജാവ് ചെയ്യുന്നത്? പ്രത്യേകിച്ചും ഇസ്രായേൽക്കാർക്ക് രാജാവില്ലാതായൊരു സാഹചര്യത്തിൽ, അത് 587 ഇസ്രായേലിലെ അവസാനത്തെ രാജാവും നാടുകടത്തപ്പെട്ടു അവസാനിച്ചു. പ്രവാസത്തിന് ശേഷം അവർക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ രാജാവില്ലാത്തൊരു സാഹചര്യത്തിൽ പുതിയൊരു രാജാവിനെക്കുറിച്ച് എന്താണ് അവർ പ്രതീക്ഷിക്കുക? പ്രധാനമായിട്ടും ദാവീദ് ചെയ്തതുപോലെ, ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചതുപോലെ വിദേശ മേൽക്കോയ്മയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ അവൻ രക്ഷിക്കും. രണ്ടാമത്തേത്, അവൻ ദാവീദിന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കും. ആ സിംഹാസനത്തിന് അതിരുകൾ ഉണ്ടാവുകയില്ല, ആ സിംഹാസനത്തിന് അവസാനം ഉണ്ടാവുകയില്ല. എന്നേക്കും നിലനിൽക്കുന്ന ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യമായിരിക്കും ഈ മിശിഹ സ്ഥാപിക്കാൻ പോകുന്നത്. അതിനെ മിശിഹായുടെ രാജ്യം എന്നും വിശേഷിപ്പിക്കാം. എല്ലാ ജനതകളും ജെറൂസലം കേന്ദ്രമാക്കിയുള്ള രാജ്യത്തിന്റെ പ്രജകളായിരിക്കും. കാഴ്ചകളുമായി ജനതകൾ ഇസ്രായേലിലേക്ക്, ജെറൂസലത്തേക്ക് വരും. അപ്പോൾ ഇത് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു സ്വപ്നമായിരുന്നു രാജാവിനെ സംബന്ധിച്ച്, മിശിഹായെ സംബന്ധിച്ച് ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നത്. യേശുവിനെയും ഇപ്രകാരമുള്ളൊരു മിശിഹ ആയി അവർ കണ്ടു എന്നതിന് സംശയമില്ല. അതുകൊണ്ടാണ് യേശു ഈ മിശിഹായെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ തിരുത്തലുകൾ ആവശ്യമായി കണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ പറയും, ഈ ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകനാണ് അവനെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് തന്നെ ബലമായി പിടിച്ച് രാജാവാക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ യേശു തനിയെ മലമുകളിലേക്ക് പോയി എന്ന് പറയും. വന്ന് ബലമായി പിടിച്ച് രാജാവാക്കാൻ പോകുന്നു. ഇങ്ങനെ ബലമായി യേശുവിനെ രാജാവാക്കിക്കൊണ്ട് യേശുവിന്റെ അഥവാ മിശിഹായുടെ രാജ്യത്വം പുനഃസ്ഥാപിക്കണമെന്ന ഒരു ആഗ്രഹം, പ്രതീക്ഷ ഇസ്രായേൽക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്രകാരമുള്ള ഒരു പ്രതീക്ഷയാണ് തീവ്രവാദികൾ വെച്ചു പുലർത്തിയിരുന്നത്. യേശു ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കാണും. യുദ്ധം ചെയ്യാൻ യേശു സന്നദ്ധനായിരുന്നില്ല. യേശുവിന്റെ രാജ്യത്വം ഐഹികമല്ല എന്ന് പലതവണ ആവർത്തിച്ചു പറയുകയുണ്ടായി. സൈന്യമില്ലാത്ത, ആയുധമില്ലാത്ത, ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു രാജ്യമായിരുന്നു യേശുവിൻ്റേത്. താൻ മിശിഹായാണെന്ന കാര്യം അംഗീകരിക്കുമ്പോഴും അതിന് വിശദീകരണം യേശു നൽകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മിശിഹായാണെന്ന കാര്യം മറ്റാരോടും പറയരുത് എന്ന് പലതവണ ആവർത്തിച്ച് പറയുന്നത്.
ഒരു രഹസ്യമായി സൂക്ഷിക്കുകയാണ് യേശു മിശിഹായാണെന്ന യാഥാർത്ഥ്യം. കാരണം കാലത്തിന് മുമ്പേ അത് വെളിപ്പെടുത്തിയാൽ യഥാർത്ഥ അർത്ഥമായിരിക്കുകയില്ല അവർക്ക് ലഭിക്കുക. ഒരു സായുധ സമരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജനതകളുടെ മധ്യേ മിശിഹ വന്നിരിക്കുന്നുവെന്ന് കേട്ടാൽ അവർ യുദ്ധം ചെയ്യാനായിട്ട് യേശുവിൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെടാനായിരിക്കും ആഗ്രഹിക്കുക. തെറ്റിദ്ധാരണകൾക്ക് വഴി നയിക്കുന്നതാണ്. അതുകൊണ്ട് യേശു അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം സാൻഹദ്രിന്റെ മുമ്പിൽ സംശയത്തിന് അവസരമില്ലാത്തൊരു സാഹചര്യത്തിൽ, തടവുകാരനായി എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശു പറയും, ഞാൻ തന്നെ. അതുപോലെ പീലാത്തോസിന് മുമ്പിലും ഏറ്റു പറയും. പക്ഷേ അവിടെയും ഒരു ഭൗതികമായ സാമ്രാജ്യ സ്ഥാപനത്തിനുള്ള സാധ്യത ഒന്നും തെളിയാത്ത സാഹചര്യത്തിലാണ് യേശു ഇത് പറയുന്നത്. ഇത് മിശിഹായെ സംബന്ധിച്ച കാഴ്ചപ്പാട്. ശിഷ്യന്മാരെ ഈ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിക്കൊണ്ട് നമുക്കറിയാം. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കും, ഗുരു, ഇപ്പോഴാണോ അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴാണോ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്? ഇസ്രായേലിന്റെ രാജാവായിരിക്കും യേശു എന്ന ചിന്തയാണ് അവർ അപ്പോഴും വെച്ച് പുലർത്തുക. പക്ഷേ യേശു അതിന് കൊടുക്കുന്ന മറുപടി വേറെയാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളും കാലങ്ങളും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ലോകത്തിന്റെ അവസാനം വരെ. അപ്പോൾ ദാവീദിന്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുകയല്ല, ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു മിശിഹാ രാജാവായി വാഴുകയല്ല യേശുവിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം. രണ്ടാമത്തേത് പ്രവാചകനെ സംബന്ധിച്ചാണ്. പ്രവാചകൻ, പ്രത്യേകിച്ചും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് പറയും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഫരിസേയരുടെ ചോദ്യം, അപ്പോൾ നീ പ്രവാചകനാണോ എന്ന് ചോദ്യം. പ്രവാചകനാണോ ഏലിയായാണോ? രണ്ടു തരത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുക, പ്രവാചകനെന്നും ഏലിയായെന്നും. ഇത് രണ്ട് വ്യത്യസ്ത പ്രതീക്ഷകളുടെ വഴികളാണ്. ആദ്യത്തേത് മോശയുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനമാണ്. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് പരാമർശമുണ്ട്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം അയക്കും എന്നാണ് പ്രവചനത്തിന്റെ ചുരുക്കം. ആ സാഹചര്യം മൊത്തമായിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും, മോശയെപ്പോലെ പ്രവാചകൻ എന്ന് പറയുന്നത് മോശ തന്നെ മടങ്ങി വരുന്നതായിരിക്കുകയില്ല. ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് എപ്പോഴും ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ഹിതം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന, വിജാതീയരുടെ പ്രവാചകന്മാരെയും വെളിച്ചപ്പാടന്മാരെയും സമീപിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഇസ്രായേലിന് ദൈവം ഒരു പ്രവാചകനെ നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ BC 4-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയൊക്കെ ആയപ്പോഴേക്കും ഇസ്രായേലിൽ പ്രവാചകന്മാരില്ലാതായി തീർന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു പ്രവാചകൻ വരും എന്ന പ്രതീക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകപ്പെട്ടു. അങ്ങനെ മോശയെപ്പോലെ പ്രവാചകൻ വരും എന്ന പ്രതീക്ഷ ഈ പ്രവചനത്തിൽ അടിയുറച്ചുകൊണ്ട് വളർന്നു വന്നു. ഇതിന്റെ സൂചനകൾ യേശുവിനെ പ്രവാചകനായി കാണുന്നിടത്തുണ്ടാകും, ഖുമ്രാൻ സന്യാസ സമൂഹങ്ങളുടെ ഇടയിലുണ്ടാകും. ഏതായാലും എന്താണ് ഈ പ്രവാചകൻ എന്ന് പ്രതീക്ഷിച്ചിരുന്നത്? മോശയെപ്പോലെ പ്രവാചകൻ വരികയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് മോശ ചെയ്തതുപോലുള്ള കാര്യങ്ങളായിരിക്കും. മോശ ചെയ്ത രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. മോശ യുദ്ധം ചെയ്തല്ല, ദൈവത്തിന്റെ കരത്താലാണ് മോചിപ്പിച്ചത്. അപ്പോൾ ദാവീദിന്റെ പുത്രൻ യുദ്ധം ചെയ്ത് രാജ്യം കീഴടക്കുമെന്ന് വിശ്വസിച്ചതിന് വിരുദ്ധമായി ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലാൽ, അത്ഭുതകരമായ പ്രവർത്തനത്താൽ ഇസ്രായേൽക്കാർക്ക് മോചനം ലഭിക്കും എന്നതാണ് ഒരു പ്രതീക്ഷ. രണ്ടാമത്തേത്, മോശ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ നൽകിയതുപോലെ പുതിയ മോശ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായിരിക്കും. പുതിയ വ്യാഖ്യാനം, പുതിയ ഉടമ്പടി, ഇതാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷകൾ യേശുവിൽ പൂർത്തിയായതായി കാണാറുണ്ട്. യേശുവിനെ പ്രവാചകനായി ജനങ്ങൾ കണ്ടിരുന്നു. അനേകം തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് അവൻ പ്രവാചകനാണ്. ആരാണ് യേശു എന്ന ചോദ്യത്തിന് ജനങ്ങൾ പറയും അവൻ ഗലീലയിൽ നിന്നുള്ള പ്രവാചകനാണ്. സമറിയാക്കാർ പറയും നീ പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. കാഴ്ച ലഭിച്ച കുരുടൻ പറയും അവനൊരു പ്രവാചകനാണ്. നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു കഴിയുമ്പോൾ ജനങ്ങളെല്ലാം പറയും ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. അങ്ങനെ യേശുവിനെ പ്രവാചകനായി ജനങ്ങൾ കണ്ടിരുന്നു. ശിഷ്യന്മാരും അത് തന്നെയാണ് പറയുക. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. യേശു തന്നെക്കുറിച്ച് പ്രവാചകൻ എന്ന രീതിയിൽ പറയുകയുണ്ടായി. യേശയ്യായുടെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-2 ഉദ്ധരിച്ചതിന് ശേഷം നസ്രത്തിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചുള്ള ഒരു തിരുവെഴുത്തായിരുന്നു അത്. അങ്ങനെ ദൈവം അയക്കുമെന്ന് ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്ന യുഗാന്ത പ്രവാചകൻ, ഈ ലോകത്തിന്റെ അവസാനത്തിൽ രക്ഷയുമായി വരുന്ന പ്രവാചകൻ താൻ തന്നെയാണ് എന്ന് യേശു സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 13-ാമത്തെ അധ്യായം ലൂക്ക 13:33 പറയും, ഒരു പ്രവാചകനും ജെറൂസലത്ത് വെച്ച് നശിക്കുക ഉചിതമല്ല, സാധ്യമല്ല. അപ്പോൾ യേശുവിന്റെ മരണത്തെ പോലും യേശു കണ്ടത് പ്രവാചകന്റെ മരണം പോലെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം യേശുവിന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. മോശയെപ്പോലെ പ്രവാചകൻ, പക്ഷേ മോശയേക്കാൾ വലിയവനാണ് യേശു. മോശ ഒരു പുതിയ ഉടമ്പടിയോ അല്ലെങ്കിൽ പുതിയ നിയമമോ നൽകും എന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ മോശയ്ക്ക് അപ്പുറത്തൊരു പുതിയ മോശയായി, മോശയുടെ പ്രമാണങ്ങളെ മറികടക്കുന്നതായി, മുഴുവനായും തിരുത്തുന്ന ഒരുവനായിട്ടാണ് കടന്നു വരിക. അപ്പോൾ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് ആ പൂർത്തീകരണം. അടുത്തത് പ്രവാചകനെ സംബന്ധിച്ച് തന്നെ ഏലിയായെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ്. ഏലിയ മടങ്ങി വരും എന്നൊരു പ്രതീക്ഷ ഇസ്രായേൽക്കാരുടെ നിലവിലിരുന്നു. അത് ബൈബിളിൽ തന്നെ അതിന് അടിസ്ഥാനമുണ്ട് താനും.
സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ട ഏലിയ അതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് പലതവണ ബൈബിളിൽ പറയുന്നുണ്ട്. രാജാക്കന്മാർ 2-ാം പുസ്തകം 11-ാമത്തെ വാക്യത്തിലാണ് ഏലിയായുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുക. അതേസമയം പ്രഭാഷകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഈ ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ട ഏലിയ മടങ്ങി വരും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭാഷകൻ 48:10, മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിലും മടങ്ങി വരാൻ പോകുന്ന ഏലിയായെക്കുറിച്ച് പരാമർശമുണ്ട്. സ്നാപക യോഹന്നാനാണ് മടങ്ങി വന്ന ഏലിയ എന്ന് വിചാരിച്ചിരുന്നവരുമുണ്ട്. ഏലിയ മടങ്ങി വന്നാൽ എന്തായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഏലിയായുടെ ചൈതന്യത്തോടു കൂടി ഒരാൾ വരികയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇവിടെയും മോശയെക്കുറിച്ച് പറഞ്ഞതുപോലെ മോശ എന്ത് ചെയ്തോ അതുപോലെ മോശയെപ്പോലുള്ള പ്രവാചകൻ, ഏലിയ എന്ത് ചെയ്തോ അതുപോലെ ഏലിയായെപ്പോലുള്ള പ്രവാചകൻ. ഏലിയ ജനങ്ങളെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നവനായിരുന്നു, മാനസാന്തരത്തിന് ക്ഷണിക്കുന്നവനായിരുന്നു, നീതിയുടെ മുന്നണി പോരാളിയായിരുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിന്നവനായിരുന്നു. ഇതെല്ലാമാണ് ഏലിയായുടെ പിൻഗാമിയായി പുതിയ ഏലിയായി ആയി വരുന്ന പ്രവാചകനും ചെയ്യുക. ആ പ്രവാചകൻ ജനങ്ങളെ പരസ്പരം അനുനയിപ്പിക്കും, രമ്യതപ്പെടുത്തും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിച്ച് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജനത്തെ അവൻ രൂപപ്പെടുത്തും. ഇതാണ് ഏലിയായെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത്. അനുരഞ്ജനത്തിന്റെ പ്രവാചകൻ, നീതിയുടെ പ്രവാചകൻ. യേശു ഇതൊക്കെ ചെയ്തതുമാണ്. പക്ഷേ അതുകൊണ്ടും യേശുവിനെ സംബന്ധിച്ചുള്ള യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഇത് മാത്രം പോരാ. യോഹന്നാൻ യേശുവിന് മുമ്പേ വഴിയൊരുക്കാൻ വന്നവനാണെന്ന് പറയും, സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഏലിയ കർത്താവിന് വഴിയൊരുക്കാൻ വരും എന്നാണ് ബൈബിൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് എന്നത് ദൈവത്തെ സംബന്ധിച്ചാണ് പറയുക. യാഹ്വേ, വിധിക്കാൻ വരുന്ന യാഹ്വേ. ആ യാഹ്വേ വിധിക്കാൻ വരുന്നതിന് മുമ്പേ ജനത്തെ ഒരുക്കാൻ വേണ്ടിയാണ് ഏലിയായെ അയക്കുന്നത്. ഇപ്രകാരം വിധിക്കാൻ വരുന്ന ദൈവത്തിന് മുമ്പേ വന്ന ഏലിയായി സ്നാപക യോഹന്നാനെ ജനങ്ങൾ കണ്ടു. പക്ഷേ അതിനപ്പുറത്ത് യേശു തന്നെയാണ് യഥാർത്ഥ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നത് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാം. ഇതിനു പുറമെ മൂന്നാമത്തെ ഒരു പ്രതീക്ഷ വരാനിരിക്കുന്ന ഒരു യുഗാന്ത പുരോഹിതനെ കുറിച്ചാണ്. ബൈബിളിൽ ഇപ്രകാരമുള്ള പരാമർശങ്ങൾ അധികം കാണില്ല. പക്ഷേ ബൈബിളിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനത്തിൽ യേശുവിനെ പ്രധാന പുരോഹിതനായി ചിത്രീകരിക്കുന്നുണ്ട്. അത് ലേവിയുടെ ഗോത്രത്തിൽ നിന്നല്ല, ലേവിയുടെയോ അഹ്റോന്റെയോ ക്രമപ്രകാരവുമല്ല, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പ്രധാന പുരോഹിതനായിട്ടാണ് യേശുവിനെ കാണുക. ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നു വരാനിരിക്കുന്ന ഒരു പുരോഹിതനെ കുറിച്ച്. അതിന്റെ സൂചനകൾ നമുക്ക് കിട്ടുന്നത് ഖുമറാൻ സന്യാസ സമൂഹത്തിന്റെ ലിഖിതങ്ങളിലാണ്. സമൂഹത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി റൂൾ എന്നറിയപ്പെടുന്ന ആ ഖുമറാൻ ലിഖിതത്തിൽ 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച്. അവൻ വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചും ഇസ്രായേലിന്റെയും അഹറോന്റെയും മിശിഹമാരെ കുറിച്ചും പറയും. 2 മിശിഹമാർ, അതായത് രാജകീയമായ മിശിഹായും പുരോഹിതനായ മിശിഹായും. ഇങ്ങനെ 3 വ്യക്തികളെക്കുറിച്ചുള്ള ഒരു പരാമർശം, ഒരു പ്രതീക്ഷ ഖുമറാൻ സന്യാസ സമൂഹങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് വേറെയും ഉണ്ടായിരുന്നു മറ്റു പല പ്രതീക്ഷകളും. ഇത്ര തന്നെ വ്യാപകമല്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വരാനിരിക്കുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള എസ്കത്തോളജിക്കൽ യുഗാന്തത്തിൽ വരുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. അത് ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് മുഖ്യമായി ഊന്നി നിൽക്കുന്നത്. മനുഷ്യപുത്രനെ പോലെ ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടു എന്നും അവന് സിംഹാസനത്തിനായെന്നും അവന് അധികാരങ്ങൾ നൽകപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു മഹത്വീകരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ ചിത്രമായി ദാനിയേൽ കാണുന്നുണ്ട്. യേശു അനേകം തവണ തന്നെക്കുറിച്ച് തന്നെ മനുഷ്യപുത്രനെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. പക്ഷേ മനുഷ്യപുത്രനെന്ന അഭിസംബോധന രൂപം മാത്രമാണ് യേശു സ്വയം വിശേഷിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അത് മഹത്വീകരിക്കപ്പെട്ട മനുഷ്യപുത്രനെക്കുറിച്ച് മാത്രമല്ല. ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ടായിരുന്ന ഈ മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പ്രവചനം യേശു എടുത്ത് അതിന് പുതിയൊരു ഭാഷ്യം നൽകുകയാണ്. ഇറങ്ങി വരുന്ന മനുഷ്യപുത്രൻ മഹത്വം മാറ്റിവെച്ച് ഇറങ്ങി വരികയും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുകയും ചെയ്യുന്ന, സേവനം സ്വീകരിക്കാനുള്ള സേവനം നൽകാനായി ഇറങ്ങി വരുന്ന, പാവപ്പെട്ടവരോട് ഇല്ലായ്മയിൽ കഴിയുന്നവരോട് താതാത്മ്യം പ്രാപിക്കുന്ന, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം സമർപ്പിക്കുന്ന ആ ഒരു മനുഷ്യപുത്രന്റെ ചിത്രമാണ് യേശു എടുത്ത് അവതരിപ്പിക്കുക. ഇങ്ങനെ മരണത്തിലൂടെ മഹത്വത്തിലേക്ക് കടന്നു പോകുന്നവൻ. അത് യഹൂദർക്ക് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നീ ദൈവത്തിന്റെ പുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് കാണും എന്നാണ് യേശു പറയുക. അപ്പോഴ് അത് മനുഷ്യപുത്രനും ദൈവപുത്രനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ യേശുവിന്റെ പ്രവർത്തനങ്ങളും യേശുവിന്റെ വാക്കുകളും ഈ പറഞ്ഞ പ്രവചനങ്ങൾക്ക് അപ്പുറത്ത് മറ്റെന്തോ ഒന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന പോലെ തോന്നും.
അവസാനമായി കാണുന്ന ഒന്ന് സഹനദാസനെ കുറിച്ചുള്ളതാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ സഹനദാസൻ അല്ലെങ്കിൽ ദാസഗീതികൾ എന്ന് പറയുന്ന 4 കീർത്തനങ്ങളുണ്ട്. അവിടെ ലോകത്തിന് പ്രകാശമായി നൽകപ്പെടുന്ന സ്വന്തം സഹനത്തിലൂടെ, സ്വന്തം വേദനകളിലൂടെ ലോക ജനതകൾക്ക് മുഴുവനും സൗഖ്യം നൽകുന്ന ഒരു സഹനദാസനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ സഹനദാസന്റെയും മനുഷ്യപുത്രന്റെയും ചിത്രങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് അത് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സ്ഥാപിക്കുകയാണ് സുവിശേഷങ്ങളിൽ ചെയ്യുന്നത്, ലേഖനങ്ങളിലും. അപ്പോൾ പ്രതീക്ഷകളുണ്ടായിരുന്നു അനേകം. പക്ഷേ ഈ പ്രതീക്ഷകളൊന്നും അതേപടി യേശുവിൽ പൂർത്തിയായില്ല. യേശുവിനെ മിശിഹായായി കാണാൻ ശ്രമിച്ചവർക്ക് അവിടുത്തെ രാജത്വം ഐഹികമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ സാധിക്കാതെ പോയി. യേശുവിനെ മനുഷ്യപുത്രനായി കാണുമ്പോൾ മഹത്വീകരിക്കപ്പെടുന്ന മനുഷ്യപുത്രനെക്കുറിച്ച് സ്വപ്നം കണ്ടവർക്ക് ഈ കുരിശിലൂടെ കടന്നുപോകുന്ന സേവനത്തിന്റെ മനുഷ്യപുത്രനെ കാണാൻ സാധിക്കാതെ പോയി. ദാസന്റേതായ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണെന്ന് അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയാതെ പോയി. യേശുവിനെ പ്രവാചകനായി കണ്ടു, പക്ഷേ പ്രവാചകത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല യേശുവിൻ്റെതായ വ്യക്തിത്വം. ഇപ്പോൾ പ്രവചനങ്ങളെല്ലാം യേശുവിൽ പൂർത്തിയായതായി യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും യേശുവിൻ്റെ ജീവിതം മുഴുവനും എടുത്തു കാണിക്കുമെങ്കിലും അവസാനം വരുമ്പോൾ യേശുവിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഈ പ്രവചനങ്ങൾക്കെല്ലാം ഉപരിയാണ്. യേശുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രതിധ്വനിച്ച് നെടലിച്ചു നിന്ന വലിയ ഒരു അധികാരം, അത് ദൈവത്തോട് തുല്യമായൊരു അധികാരം, അതായിരുന്നു അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോയത്. യേശുവിനെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ ദേവാലയത്തിൽ വെച്ച് യേശു ചോദിക്കും, ഞാൻ ഒരുപാട് നല്ല പ്രവൃത്തികൾ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ചെയ്തിട്ടുണ്ട്, അതിലേതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അവർ പറയും, നീ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയുടെ പേരിലല്ല, നീ വെറും മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. അപ്പോൾ ഒരു പ്രവചനവും യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി, ദൈവത്തോട് തുല്യനായ ഒരു വ്യക്തിയായി കാണാൻ ഇസ്രായേൽക്കാരെ ഒരുക്കിയിരുന്നില്ല. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ഇതാണ്. ഷുമാ ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിലൂടെ എടുത്തു പറയുന്നത്, ഇസ്രായേൽ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന ഈ അതിശക്തമായ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിരുന്നവർക്ക് യേശുവിനെ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ കഴിയാതെ പോയി. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം അതുതന്നെയാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ കുരിശിനും കാരണമായി തീരുക. യേശുവിനെ തള്ളിപ്പറഞ്ഞവർ, യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചവർ മോശമായ ചിന്തഗതി കൊണ്ടാണോ, യേശുവിൻ്റെ വിരോധം കൊണ്ടാണ് എന്ന് പറയാനാവില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവത്തെ സ്വീകരിക്കാൻ അവർക്ക് കഴിയാതെ പോയി. അജ്ഞത അവരുടെ ഹൃദയത്തെ ഗ്രസിച്ചിരുന്നു, കണ്ണുകളെ അന്ധമാക്കിയിരുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെയാണ് ഈ അന്ധത മായുക. ആ ഉത്ഥാനത്തിലൂടെ ലഭിക്കുന്ന സാക്ഷ്യമാണ് സമൂഹത്തിന് ഇന്നും നൽകിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷകൾ വെച്ചു പുലർത്തുമ്പോൾ ആ പ്രതീക്ഷകൾക്കപ്പുറത്ത് കടന്നു വരുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് കടന്നു വരുന്ന ദൈവത്തെ കാണാനും കൂടി നമ്മൾ കണ്ണു തുറക്കണം. അതല്ലെങ്കിൽ യഹൂദർക്ക് സംഭവിച്ചു തന്നെയായിരിക്കും നമുക്ക് സംഭവിക്കുക. ദൈവം ഇപ്രകാരമേ പ്രവർത്തിക്കാവൂ എന്ന് നമുക്ക് വഴികൾ വയ്ക്കാനാവില്ല. ഏത് സാഹചര്യത്തിൽ എങ്ങനെ കടന്നു വന്നാലും അപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് സന്നദ്ധതയുണ്ടായിരിക്കുക.